നമ്മൾ അടുത്തത് സംസാരിക്കുന്നത് പാലിയേക്കരയിലെ ടോളിനെ പറ്റിയാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് ആദ്യം നിങ്ങൾ ഗതാഗതക്കുരുക്ക് പരിഹരിക്കൂ, എന്നിട്ട് ടോൾ പിരിക്കൂ എന്നുള്ളതാണ്. തൽക്കാലത്തേക്ക് ആ പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പാലിയേക്കരയിലെ ടോളുമായി ബന്ധപ്പെട്ട് അത്രയധികം ടോളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ടോൾ പിരിവ് എന്ന് ഇപ്പോൾ ദേശീയപാത വികസനം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടോൾ പിരിവ് എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയായി സാധാരണക്കാരായി റോഡിലൂടെ നിരത്തിലിറങ്ങുന്ന ആളുകളെ ബാധിക്കാൻ പോവുകയാണ്. അതിനിടയിലാണ് ഈ പാലിയേക്കരയുടെ ഈ ഒരു വിധി വരുന്നത്. ഗതാഗതക്കുരുക്ക് പരിഹരിച്ചതിന് ശേഷം മതി ടോൾ പിരിവ് എന്നുള്ളത്. അതിനെങ്ങനെയാണ് നിഷാദെ കാണുന്നത്? കോടതി വിധി ഭയങ്കര ആശ്വാസവും സന്തോഷദായകമാണ്. ഞാൻ പലപ്പോഴും അതിലെ കടന്നു പോകുന്ന ആളെന്ന നിലയ്ക്കാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്, ആ റോഡ് നമുക്ക് ടോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ്? അത് നല്ല ഒരു റോഡ് ഉണ്ടാക്കിയിരിക്കുന്നു, മനോഹരമായി സ്മൂത്തായ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നു. ആ റോഡ് വഴി നിങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ കടന്നു പോകുന്നതിന്, നിങ്ങൾ ഒരു തവണ കടന്നു പോകുന്നതിന് 95 രൂപ തരണം. തിരിച്ചാണെങ്കിൽ അത് ഇരട്ടിയാവും. അപ്പോൾ 95 രൂപ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? നമുക്ക് സ്മൂത്തായി പോകാനാണ്. ഒന്നാമത് നല്ല റോഡ്, നമ്മുടെ വാഹനത്തിന് പ്രശ്നം ഉണ്ടാകുന്ന നല്ല റോഡ്, ഗതാഗതക്കുരുക്കില്ലാത്ത റോഡ്, അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരാഴ്ച കൊണ്ട് പരിഹരിക്കാം, 2 ആഴ്ച കൊണ്ട് പരിഹരിക്കാം, 3 ആഴ്ച കൊണ്ട് പരിഹരിക്കാമെന്ന് പലതവണ വാക്കുമാറ്റി പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പ്രശ്നത്തിന് പരിഹാരമില്ല. മണിക്കൂറുകൾ കുരുക്കാണ്. നമുക്ക് ഇന്ധന നഷ്ടം, വാഹനത്തിൻ്റെ ഉണ്ടാകുന്ന കേടുപാടുകളുടെ സാധ്യത, സമയനഷ്ടം, ഇതെല്ലാം ഈ കമ്പനി മൂലം ഉണ്ടാവുകയാണ്. എന്നിട്ട് ആ കമ്പനി നമ്മളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന 90-95 എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, ആ പൈസയിൽ 1 രൂപ കുറയ്ക്കാൻ തരാവുന്നില്ലെന്ന് മാത്രമല്ല ഒരു ദിവസം അത് ഫ്രീസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് കളക്ടറെ ഇടപെട്ടു, പക്ഷേ കളക്ടറെ കൊണ്ട് അവർ മോളിക്കൂടെ ഇടപെട്ട് ആ പരിപാടി എടുത്ത് കളയിപ്പിച്ചു. എന്തൊരു അനീതിയാണത്! നമുക്ക് എന്തിനാണോ സർവീസ് തരുന്നത്, ആ സർവീസ് തരുന്നില്ല, എന്നിട്ടും പണം തരണമെന്ന് പറഞ്ഞ അനീതിക്ക് ഇത്രയും ദിവസം എടുത്തു. ഇന്ന് കോടതി വിധി വന്നിട്ടും പിന്നെയും മണിക്കൂറുകൾ പിരിവേണമെന്ന് എനിക്കറിയില്ല, ഓർഡർ കിട്ടിയിട്ട് നിർത്തിയോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്ത് സർവീസ് തരുന്നു എന്ന് വാഗ്ദത്തം ചെയ്തിട്ടാണോ പൈസ വാങ്ങിക്കുന്നത്, ആ സർവീസ് തരുന്നില്ല. ആകെ ഒരു വഴി അവിടെയുണ്ട്, വഴിയെന്നേ പറയാൻ പറ്റൂ, റോഡല്ല ഇപ്പോൾ അത്, കാരണം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തിനാണോ ഇത്രയും എല്ലാ റോഡിലും പൈസ കൊടുക്കണ്ടല്ലോ, ഈ റോഡിന് പൈസ കൊടുക്കണം. എന്തിനാണ്? ഈ റോഡ് സ്പെഷ്യൽ വേ ആണ്, നന്നായി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ സ്പെഷ്യൽ വേ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. 1 ലക്ഷം ഷിത ഒരു ദിവസം ഏതാണ്ട് 45 ലക്ഷത്തോളം രൂപയാണ് ഗുരുവായൂർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഈ കമ്പനി അവിടെ നിന്ന് പിരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ കാണേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം സർവീസ് നിർത്തി, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സർവീസ് ഇല്ലാത്തതുകൊണ്ട് പൈസ കൊടുക്കണ്ടല്ലോ എന്ന് കോടതി പറഞ്ഞു. അതൊരു വശം. രണ്ടാമത്തെ വശം എന്താണ്? പാലിയേക്കര ടോൾ പ്ലാസ സമരങ്ങളുടെ വലിയ പരമ്പരയുടെ ചരിത്രമുള്ള ഒരു സ്ഥലമാണ്. പാലിയേക്കര ടോൾ പ്ലാസയുടെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിക്കണം. ആ റോഡ് ഉണ്ടാക്കുമ്പോൾ അതിന് ചിലവ് എത്രയാണ്? 720 കോടി രൂപ. 825 കോടി പിരിച്ചെടുക്കാമെന്നായിരുന്നു വ്യവസ്ഥ. ഇപ്പോൾ ആ കമ്പനി എത്ര 1000-ന് മേലെ കോടി രൂപ പിരിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. സർക്കാരിൻ്റെ വ്യവസ്ഥയിൽ പറയുന്ന കാര്യമുണ്ട്, പിരിച്ചെടുക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ നിർമ്മാണ ചെലവ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണം പിരിക്കേണ്ടത് പൂർണ്ണ തോതിലല്ല. അതായത് 100 രൂപയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിലവിൽ ടോൾ ഈടാക്കുന്നെങ്കിൽ നിർമ്മാണ ചെലവ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ 40 രൂപ ഈടാക്കും. 40% വെച്ച് പിന്നീട് ഈടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ കമ്പനി ഇപ്പോൾ 827 കഴിഞ്ഞ് 1200 കോടിയെങ്കിലും രൂപ ഇപ്പോൾ ആയിട്ടൊന്നും ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരു 1.5 വർഷം 2 വർഷം മുമ്പ് നോക്കുമ്പോൾ 1000 കോടിയിലെത്തിയിട്ടുണ്ട്. കമ്പനിക്ക് വേറെ എന്തൊക്കെ തരത്തിലുള്ള സർക്കാർ കൊടുക്കാനുള്ള പണമോ, പ്രദേശവാസികൾക്കോ KSRTC കൊടുത്ത ഇളവെന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഒരു 100-100 സംതിങ് കൊടുക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാലും ഇത് മേലേക്ക് പോയിരിക്കുന്നു. ഇനി എത്ര വരെ പിരിക്കാം? ഇപ്പോൾ 2025 2026 വരെ പിരിക്കാൻ ഇളവ്, പിന്നെയും 2 വർഷം നീട്ടിക്കൊടുത്തുകൊണ്ടുള്ള അനുമതി ഇപ്പോൾ ആ കമ്പനി വാങ്ങിച്ചിരിക്കുകയാണ്. ഇതിൽ മര്യാദ എന്ന് പറയുന്ന സാധനം എവിടെയാണ്? ഇത് ടോളല്ല, ഇത് യൂസർ ഫീ ആയി മാറിക്കഴിഞ്ഞു. എപ്പോൾ ഉപയോഗിച്ചാലും പണം. ആ കമ്പനി അതിൻ്റെ പൈസ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞാലും പിന്നെയും നമ്മൾ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ ഏർപ്പാട് നടക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കമ്പനിക്ക് ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ സംവിധാനം അതിൻ്റെ കൂടെ പ്രവർത്തിക്കുകയാണ്. കളക്ടർ ഏർപ്പെടുത്തുന്ന നിരോധനം പോലും സർക്കാർ എടുത്ത് കളയാണ്. കാരണം കമ്പനിയുടെ പിടി എന്ന് പറഞ്ഞാൽ അത്രയാണ്. അപ്പോൾ നമ്മൾ ഒരു സംഗതിക്ക് നമ്മുടെ ഖജനാവിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത പണം അതിന് ആവശ്യം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു കമ്പനിക്ക് തടിച്ചു കൊടുക്കേണ്ടി വരുന്നു പറഞ്ഞാൽ ഗുരുതരമായ പ്രശ്നം അവിടെയുണ്ട്. ഇനി വരാൻ പോകുന്ന യൂസർ ഫീ ആണ്, ഇനി ടോളില്ല. ഇവിടെ നമ്മളുണ്ടാക്കുന്ന റോഡ് വേണ്ടി യൂസർ ഫീ ആണ്. നിങ്ങൾ ആജീവനാന്തകാലം പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. ടോൾ എന്ന് പറഞ്ഞ ഏർപ്പാടില്ല. ഈ നാഷണൽ ഹൈവേയുടെ കാര്യം എടുക്കും പ്രത്യേകം ഓർക്കേണ്ട കാര്യമുണ്ട്. BJPക്കാരുടെ ചർച്ചയിലൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇന്ധനവില ഇത്രയും കൂട്ടിയിരിക്കുന്നത്? ലോകത്ത് ഇന്ധനവില ഏറ്റവും താഴെ വന്നപ്പോലും എക്സൈസ് ഡ്യൂട്ടി ഇത്രയും കയറ്റി വെച്ച്, സ്പെഷ്യൽ ഡ്യൂട്ടി കയറ്റി വെച്ച് ഈ 105 രൂപയ്ക്ക് വിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു 105 രൂപയ്ക്ക് വിറ്റാണെന്ന കുഴപ്പം. രാജ്യത്താകമാനം വലിയ തോതിൽ ഞങ്ങൾ ഹൈവേകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഹൈവേ ഉണ്ടാക്കിയ ഒരു ഭരണം ഉണ്ടെന്നൊക്കെയാണ് അവർ അവകാശപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നത്. ഈ ഹൈവേ ഉണ്ടാക്കിയാൽ അതിൻ്റെ കാശ് ജീവിതകാലം മുഴുവൻ നമ്മൾ കൊടുക്കണം. ഷിത, നിങ്ങളുടെ കാറിൽ നിങ്ങൾ റോഡ് ടാക്സ് കൊടുക്കണം, മേടിക്കുമ്പോൾ കൊടുക്കണ്ടേ? റോഡ് ടാക്സ് കൊടുക്കണം. ആ റോഡ് ടാക്സ് കൊണ്ട് പുറത്തിറങ്ങിയാൽ ഈ പറഞ്ഞ ടോളല്ല, യൂസർ ഫീ എക്കാലത്തേക്കും കൊടുക്കേണ്ട പണവും ഇനിയും കൊടുക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം എന്താണ്? സർക്കാരിന് നമ്മുടെ നിന്ന് മേടിക്കുന്ന ഈ പൈസ കൊണ്ട് റോഡ് ഉണ്ടാക്കി നമുക്ക് തരുന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനല്ല. സർക്കാർ പ്രൈവറ്റ് കമ്പനിയൊക്കെ ഉണ്ടാക്കി ആ കമ്പനിക്ക് നമ്മുടെ പിരിക്കാനും കൊള്ളയടിക്കാനും പകൽക്കൊള്ള നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ധനത്തിൻ്റെ ടാക്സ് കൊണ്ട് ചെയ്യുന്നത് എന്താണെന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് റോഡ് ഉണ്ടാക്കി തരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ റോഡിനും പൈസ കൊടുക്കണം, ഇന്ധനത്തിനും ടാക്സ് കൊടുക്കണം, റോഡ് ടാക്സ് വേറെ കൊടുക്കണം, യൂസർ ഫീ എല്ലാം കൊടുക്കണം എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരു അർത്ഥത്തിൽ
ഈ പൗരനെ ഇതുപോലെ കുത്തി ചോർത്തുന്ന ഒരു മേഖല, ഈ റോഡിൻ്റെ ടാക്സ്, റോഡിൻ്റെ എന്താണ് ടോള്, യൂസർ ഫീ എന്ന് പറഞ്ഞ ഏർപ്പാട് പോലെ വേറെ ഒന്നുമില്ല. അതിൽ കമ്പനികൾക്ക് ഭയങ്കരമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് തുറന്നിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് പോലും പലതരത്തിൻ്റെ അഴിമതിയുടെ പോലും സാധ്യതയുണ്ടെന്ന് സ്വാഭാവികമായി സംശയിക്കുന്നു. അല്ല, ഇങ്ങനൊന്നും ചോർത്താൻ എവിടെയാണ് സമ്മതിക്കുക? കോടതികൾ പോലും അതിനകത്തൊരു പിടിപിടിക്കുന്നില്ലോ എന്നുള്ള നിരാശയാണ് എനിക്കുള്ളത്. ഇപ്പം ആ നിരാശ കുറച്ച് ഒരു ചെറിയ കാലത്തേക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യം കോടതി നിരീക്ഷിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഇപ്പം നിഷാദ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ടോൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. കുറേ സമരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ടോളിൻ്റെ അകത്തുനിന്ന് വലിയ മാറ്റമൊന്നുമില്ല. ഇതിന് മാറാൻ പോകുന്നുണ്ടോ? എക്കാലവും നമ്മൾ ഈ വീണ്ടും ടാക്സ് പല ടാക്സ് അടയ്ക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഇതിൽ മൗലികമായ ഒരു മാറ്റം ഇന്നത്തെ കോടതി വിധി കൊണ്ട് ഉണ്ടാവുന്നില്ല. താൽക്കാലികമായ സ്റ്റേ ആണ്. അവർ ആ റോഡ് നന്നാക്കിയതിനു ശേഷം വീണ്ടും ടോൾ പിരിവ് തുടങ്ങും. അപ്പോൾ നിഷാദ് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പാലിയേക്കരയിൽ അവർക്കുണ്ടായിരുന്ന കാലാവധി കഴിഞ്ഞ ഒരു ടോൾ പിരിക്കുകയാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതായത് UPA സർക്കാരിൻ്റെ കാലത്ത് ഒരു ഹൈവേ നിർമ്മിക്കുന്നതിന് BOT സംവിധാനമാണ്, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ആ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും? ടോൾ പിരിച്ച് അവർ അതിനുവേണ്ടി മുടക്കിയ പണം തിരിച്ചു പിടിക്കും. എന്നിട്ടത് സർക്കാരിന് കൈമാറും. പിന്നെ അത് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നീട് വേറൊരു തരത്തിലുള്ള PPP മോഡൽ വന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സർക്കാർ ഒരു ആനുവിറ്റി, BOT ആനുവിറ്റി സ്കീം എന്നാണ്. അതായത് സർക്കാർ ഒരു 40% പൈസ ആദ്യം തന്നെ ഈ കമ്പനിക്ക് കൊടുക്കും, നിങ്ങൾ ഹൈവേ പണിക്ക്. ബാക്കി 60% പൈസ മെല്ലെ തരും. അപ്പോഴും ടോൾ പിരിക്കും. അതായത് ഒരു 15 വർഷത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഓരോ വർഷം ഇത്ര ആനുവിറ്റി സ്കീം എന്നാണ് അത് പറയുക. അപ്പോൾ ഈ രീതിയിലാണ് ഇന്ത്യയിൽ ഹൈവേ പണിതുകൊണ്ടിരുന്നത്. അപ്പോൾ 2014 മോദി സർക്കാർ വരുന്ന സമയത്ത് മോദി സർക്കാർ അതിൻ്റെ ഘടന മൊത്തം മാറ്റി. അപ്പോൾ നമ്മൾ പറയില്ലേ, സർക്കാർ വൻതോതിൽ ഫ്യൂൽ ടാക്സ് പിരിക്കുന്നു, അപ്പോൾ ഈ പൈസയൊക്കെ എവിടെ പോകുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടുണ്ട്. എന്നിട്ടും ടോൾ പിരിക്കുന്നു എന്തുകൊണ്ടെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ കുറേ ബ്രേക്കപ്പ് ആവശ്യമുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഏതാണ്ട് 35 ലക്ഷം കോടി, 35 കോടിയല്ല 35 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി സർക്കാർ നമ്മുടെ ഈ ഇന്ധന ടാക്സ് ആയിട്ട് പിടിച്ചിട്ടുള്ളത്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കല്ല കേട്ടോ. സംസ്ഥാന സർക്കാരിൽ നിന്ന് വാറ്റ് ഒഴിച്ചുള്ള പൈസയാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ മൊത്തമായി 35 ലക്ഷം കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. ഈ 10 വർഷത്തിൽ മോദി സർക്കാർ ഹൈവേകൾക്ക് വേണ്ടി ചെലവഴിച്ചത് പരമാവധി 7 ലക്ഷം കോടി രൂപ മാത്രമാണ്. അപ്പോൾ ബാക്കി പൈസ അവിടെ പോയി എന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. ഈ ക്വസ്റ്റ്യനുള്ള മറുപടിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സ്വകാര്യ കമ്പനി പണം മുടക്കുന്നു, അവർ റോഡ് നിർമ്മിക്കുന്നു, അവർ ടോൾ പിരിച്ച മുടക്കിയ പണവും ലാഭവും കൂടി എടുക്കുന്നു, എന്നിട്ടത് കൈമാറുന്നു. അത് അത്യാവശ്യം നമുക്ക് മനസ്സിലാവുന്ന ഒരു സ്കീമാണ്. ഇപ്പോൾ മോദി സർക്കാർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? മോദി സർക്കാർ ചെയ്യുന്നൊരു EPC എന്ന് പറയുന്ന പുതിയ സ്കീമാണ്. ഇതിനുള്ള പണവും സർക്കാർ കൊടുക്കും. ഈ നിർമ്മിക്കുന്നതിനുള്ള പണം സർക്കാർ തന്നെ കൊടുക്കും. എന്നിട്ട് സർക്കാർ തന്നെ ടോൾ പിരിക്കും. ഈ EPC സ്കീമിന് പണം കൊടുക്കുന്ന ആരാ? നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അതായത് ഈ റോഡ് നിർമ്മിക്കാനുള്ള പൈസ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ കൊടുക്കുകയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ കൊടുത്തിട്ട് ടോൾ പിരിക്കുകയാണ്. അതിന് പെർപ്പച്വൽ ടോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പെർപ്പച്വൽ ടോൾ ഏർപ്പെടുന്നത് എന്തിനാണ്? ഈ നിർമ്മിച്ച റോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസിനുള്ള ചുമതല കൂടി ഈ കോൺട്രാക്ടർ കൊടുക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും കുഴി വീണാൽ അവർ കുഴി അടയ്ക്കും, പക്ഷേ അവർ ടോൾ പിരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഈ പൊതുജനത്തെ കൊള്ളയടിക്കുന്ന ലോകത്ത് വേറൊരു രാജ്യമില്ല. കാരണം ഒന്ന്, നമുക്കിവിടെ ഫ്യൂൽ ടാക്സ് കൂടുതലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ധന ടാക്സ് ഉള്ള രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. മറ്റൊന്ന്, നമ്മൾ റോഡ് ടാക്സ് അല്ലാതെ തന്നെ അടയ്ക്കുന്നുണ്ട് വാഹനം വാങ്ങുമ്പോൾ. ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ടോളും പിരിക്കുന്നു. ഇങ്ങനെ ലോകത്തെ കൊള്ളയടിക്കുന്ന വേറെ ഒരു രാജ്യമുണ്ട്. മനുഷ്യരെ കൊള്ളയടിക്കുന്ന വേറെ രാജ്യം ഉണ്ടാവില്ല. ഇതൊരു തരം ടാക്സ്, ഗബ്ബർ സിംഗ് ടാക്സ് എന്ന് GST പറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ. അതുപോലെ ഇതൊരു ടാക്സ് ടെററിസം എന്ന് വിളിക്കാവുന്ന രീതിയാണ് നമ്മൾ റോട്ടിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പിരിച്ചു. ഇപ്പോൾ 35 ലക്ഷം കോടി എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ 0 തന്നെ നോക്കുക. ഈ പണം എങ്ങോട്ടാണ് പോകുക? അങ്ങനെയാണ് ഈ 35 ലക്ഷം കോടി രൂപ എന്ത് ചെയ്യണം? ഇപ്പോൾ ഫ്യൂൽ ടാക്സും എല്ലാം പിരിച്ചിട്ട് എന്ത് ചെയ്യണം? റോഡ് നന്നാക്കുന്നുണ്ടോ? പണിത് കഴിയുന്നുണ്ടോ? അതിലേക്ക് മുടക്കുന്നുണ്ടോ? ഇല്ല. 35 ലക്ഷം കോടി പിരിച്ചിട്ട് 7 ലക്ഷം കോടി മാത്രമേ ഇതിൽ ചിലവഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പണം എങ്ങോട്ടാണ് പോകുന്നത്? യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പ്രതിപക്ഷം ചോദ്യം ചെയ്യേണ്ടതാണ്, ഈ ടാക്സ് വഴി സർക്കാർ ശേഖരിക്കുന്ന പണം ഏതൊക്കെ മേഖലകളിലാണ് ഉപയോഗിക്കുന്നത്? അതറിയണമല്ലോ. ഇപ്പോൾ കർഷകർ പെൻഷൻ, അതാണ് ഇപ്പോൾ മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റ്. കിസാൻ രക്ഷാ യോജന എന്തോ ഒരു പേരിൽ 7000 രൂപ പ്രതിവർഷം കൊടുക്കുന്നുണ്ട്. അത് കുറേ അധികം ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പണം കൊടുക്കുകയാണോ? ഈ കിട്ടുന്ന പണം അതിനുവേണ്ടിയാണോ വിനിയോഗിക്കുന്നത്? അതല്ല ഇനി മോദി സർക്കാർ തന്നെ അവകാശപ്പെടുന്ന പോലെ ആദ്യകാലത്ത് റോഡ് പണിയാൻ എന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, കക്കൂസ് പണിയാന്നാണ്. കക്കൂസ് പണിതുകൊണ്ടിരിക്കുകയാണോ? കക്കൂസ് പണിത് കഴിഞ്ഞോ? ഇനി എത്ര പേർ കക്കൂസ് പണിയാനുണ്ട്? അതിന് എത്ര കോടി മുടക്കി? ഇത്തരമുള്ള ബേസിക് കണക്കുകളുണ്ടല്ലോ. നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന് ശേഷമോ ബഡ്ജറ്റ് ചർച്ചയിലൊക്കെ സർക്കാരിനോട് ചോദിക്കാൻ പ്രതിപക്ഷം തയ്യാറാവണം. ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? 35 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. ആ പണം എവിടെ പോയി? അത് എന്ത് ചെയ്തു?
പക്ഷെ നമ്മൾ കാണുന്നത് എവിടെയാണ് ഇത് വളരെ നന്നായിട്ട് പണിയുന്നത് എവിടെയാണ് കാണുന്നത്? BJPയുടെ ഓഫീസുകൾ നന്നായിട്ട് പണിയുന്ന കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് മാരാർജി ഭവൻ അടിപൊളി കെട്ടറാണ്. ഭോപ്പാലിൽ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കാണണം. നമ്മളൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ തോന്നുക. ഡൽഹിയിൽ ബഹുന്നല്ല ഡൽഹിയിലെ ഓഫീസുകൾ, ഇതൊക്കെ RSSൻ്റെ ഡൽഹിയിലെ പുതിയ ഓഫീസ്, ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് പണിയുന്നുണ്ട്. പക്ഷെ റോഡുകൾ എവിടെയും പണി തീരുന്നുമില്ല. നമ്മൾ ടോൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്.